അഭീഷ്ടവരദായിനിയും ഐശ്വര്യപ്രദായിനിയുമായ ആറ്റുകാൽ അമ്മയ്ക്ക് പൊങ്കാലയർപ്പിക്കാൻ ഭക്തലക്ഷങ്ങൾ എത്തുന്ന ദിവസമാണിന്ന്. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും രാവിലെയിലേക്ക്, ആറ്റുകാൽ പൊങ്കാല സ്പെഷ്യൽ രാവിലെയിലേക്ക് സ്വാഗതം. ഓരോ തവണയും ആളുകളുടെ എണ്ണം ഇങ്ങനെ കൂടി വരുന്നു. ഇപ്പൊ നമ്മൾ രാവിലെ തന്നെ കാണുന്ന വലിയ ക്യൂ ആണ് ശ്രീജ. നമ്മളുള്ളത് ദേവിയുടെ നേരെ തിരുമുറ്റത്താണെന്ന് പറയാം. അപ്പോ ഇവിടെ കാപ്പുകെട്ടി കുടിയിരുത്തിയിരിക്കുന്ന ദേവി ഇന്ന് 9ാമത്തെ ദിവസമാണ്. ഒരുപാട് പ്രത്യേകതകളുള്ള ദിവസമാണ്. ദേവിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ദിവസവും ഇന്ന് തന്നെയായിരിക്കും. കാരണം ഒരുപാട് ഭക്തലക്ഷങ്ങൾ പൊങ്കാല അർപ്പിക്കുന്ന ദിവസം. ഇത്തവണത്തെ പൊങ്കാലയുടെ പ്രത്യേകത കുറച്ചു സമയമേ നിവേദ്യത്തിനുള്ളൂ എന്നുള്ളതാണ്. അതിന്റെ ഒരു ആശ്വാസമുണ്ട്. ചൂട് ആളുകൾക്കും ഒരുപോലെയാണ്. കാരണം സാധാരണഗതിയിലൊക്കെ രാവിലെ ഒരു 10 മണിക്ക് ശേഷം പൊങ്കാല അടുപ്പ് വെട്ടി പൊങ്കാല കഴിഞ്ഞ് പൊങ്കാല നിവേദ്യമൊക്കെ പൊങ്കാലയുടെ ഈ തിളക്കലൊക്കെ കഴിഞ്ഞാൽ പിന്നെ ഒരു വലിയ കാത്തിരിപ്പാണ്. ഏതാണ്ട് 2:30-3 മണിക്കൊക്കെയാണ് ഓരോ പ്രാവശ്യം ഉണ്ടാവാറ്. പക്ഷെ ഇത്തവണ അതിന്റെ ഒരു ടൈം ഇങ്ങനെയാണ്. രാവിലെ 10:15 അടുപ്പ് വെട്ട് പൊങ്കാല, അത് കഴിഞ്ഞാൽ 1:15 നിവേദ്യം. അപ്പൊ അത്രയും സമയമേ ഈ വെയിലത്ത്, നമുക്കറിയാം ഇത് കുംഭച്ചൂടാണ്. അത്രയധികം ആളുകൾ ഈ ആറ്റുകാൽ പൊങ്കാലയുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, സാധാരണ നമ്മൾ ഉത്സവങ്ങളൊക്കെ കാണുക, ആ ഉത്സവവുമായി ബന്ധപ്പെട്ട ആ ക്ഷേത്രമുറ്റം അങ്ങനെയാണ്. പക്ഷേ ആറ്റുകാലിനെ സംബന്ധിച്ച് ഇന്ന് തിരുവനന്തപുരം മുഴുവൻ ആറ്റുകാലിന്റെ മുറ്റാണ്. ഒരു നഗരം മുഴുവൻ പൊങ്കാല അല്ലെങ്കിൽ ഒരു ഉത്സവത്തിന്റെ ഭാഗമാവുക എന്ന് പറയുന്ന ഒരു കാര്യം ഇവിടെ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അത് ആറ്റുകാലിന് മാത്രം സ്വന്തവുമാണ്. ഇന്നലെയൊക്കെ നമ്മൾ ലൈവ് ചെയ്യുമ്പോൾ പറയുന്ന ഒരു കാര്യമായിരുന്നു, ഓണത്തിന് ശേഷം തിരുവനന്തപുരത്ത് എന്താ വിശേഷം എന്ന് ചോദിച്ചാൽ അത് പൊങ്കാലയാണ്. തിരുവനന്തപുരത്തുകാർക്ക് അത്രയും പ്രിയപ്പെട്ടതാണ് പൊങ്കാല. എപ്പോഴൊക്കെ നമ്മൾ എവിടെയാ ജോലി ചെയ്യണേ, എവിടെയാ താമസിക്കണേന്നൊക്കെ പുറത്തുള്ളവരോട് ചോദിക്കുമ്പോൾ തിരുവനന്തപുരത്താന്ന് പറഞ്ഞാൽ ആദ്യം ചോദിക്കുക, അയ്യോ അപ്പൊ ആറ്റുകാൽ പൊങ്കാലയ്ക്ക് ഇടാൻ പറ്റുമല്ലേ? കാരണം എന്താണെന്ന് വെച്ചാൽ ഈ കേരളത്തിൽ മാത്രമല്ല, ഇന്ത്യയിൽ നിന്ന് നമ്മൾ ഇന്നലെയൊക്കെ സംസാരിക്കുമ്പോൾ പല സ്ഥലത്തു നിന്ന്, വിദേശ രാജ്യങ്ങളിൽ നിന്നടക്കം ഈ ഒരു ദിവസത്തിന് വേണ്ടി ഇങ്ങോട്ട് എത്തുന്ന സ്ത്രീകളുടെ ആ ഒരു ബാഹുല്യം അത് കൂടിക്കൂടി വരികയാണ്. ചിലപ്പോൾ നമ്മൾ അതിശയോക്തി ഇല്ലേ, ലക്ഷങ്ങളുടെ കണക്കൊക്കെ പറയുമ്പോൾ അതിൽ അതിശയോക്തി ഇല്ലേ എന്ന് അത്ഭുതപ്പെടുന്നവരുണ്ട്. അതിശയോക്തിയല്ല, ഞങ്ങളിപ്പോൾ കുറെ വർഷമായി പൊങ്കാല സ്ഥിരം ഇതുപോലെ ജനങ്ങളിലേക്ക് പൊങ്കാല എത്തിക്കുന്ന ആളുകളാണ്. ഞങ്ങൾ കണ്ടിട്ടുണ്ട് ഓരോ വർഷവും ഇതിങ്ങനെ കൂടിക്കൂടി വരുന്ന. അശ്വതിയുടെ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയാണ്? അതെ, തീർച്ചയായിട്ടും അത് തന്നെയാണ്. തിരക്ക് ഓരോ തവണയും കൂടിക്കൂടി വരും. അപ്പൊ നമ്മളിങ്ങനെ വിചാരിക്കും ഈ ചുറ്റളവ് കൂടി വരികയല്ലേ, അല്ലെങ്കിൽ ഈ പൊങ്കാലയുടെ എണ്ണം കൂടി വരുമ്പോൾ ഇത് എവിടെ ഇടും എന്നൊക്കെയുള്ള. പക്ഷേ ഈ പൊങ്കാല ദിവസമുള്ള ഒരു സഹകരണം, ആളുകളുടെ ഒരു സഹകരണം അത് എടുത്തു പറയേണ്ടതാണ്. പ്രത്യേകിച്ച് തിരുവനന്തപുരത്തിന്റെ ആതിഥേയത്വം. ശ്രീജ, അതിനൊപ്പം ഞാനും ശ്രീജയും മാത്രമല്ല, പൊങ്കാല വിശേഷങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കാൻ ന്യൂസ് 18 പൂർണ്ണമായും സജ്ജമാണ്. ഇന്ന് രാവിലെ 6 മണി മുതൽ ഈ പൊങ്കാല കഴിയുന്നത് വരെയും ആ കാഴ്ചകൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ ഞങ്ങളുടെ ഒരു ഫുൾ ടീം, നമ്മുടെ ടീമിനെ ഒന്ന് പരിചയപ്പെടുത്തല്ലേ. ഓരോ സ്ഥലത്തു നിന്നും അപ്പപ്പോ നിങ്ങളിലേക്ക് എല്ലാ വിശേഷങ്ങളും എത്തിക്കാൻ വേണ്ടി വലിയ വിപുലമായൊരു ടീം തന്നെയുണ്ട്. ഞാനും അശ്വതിയും ഇവിടെ നിന്നുള്ള എല്ലാ വിവരങ്ങളും നിങ്ങളിലേക്ക് എത്തിക്കും. ഭവ്യ ക്ഷേത്രത്തിന്റെ തൊട്ടുപുറത്ത്, ക്ഷേത്രത്തിന്റെ പുറത്തുള്ള വിശേഷങ്ങളുമായി ഭവ്യ പാർവതിയുണ്ട്. കിഴക്കേക്കോട്ടയിൽ നിന്ന് MG രേണുകയായിരിക്കും എല്ലാ വിവരങ്ങളും നിങ്ങളിലേക്ക് എത്തിക്കുക. ഒപ്പം തമ്പാനൂർ ഭാഗത്ത് അനുശ്രീ ഉണ്ടാവും. ഇതിനൊപ്പം ഞങ്ങളുടെ വിപുലമായ റിപ്പോർട്ടിംഗ് ടീമും ഇന്ന് നഗരത്തിൽ മുഴുവൻ ഉണ്ട്. അങ്ങനെ ഈ പൊങ്കാലയുടെ ഓരോ വിശേഷങ്ങളും അപ്പോൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ ഞങ്ങൾ പൂർണ്ണ സജ്ജമായി ഇന്നത്തെ ദിവസം മുഴുവൻ നിങ്ങൾക്കൊപ്പം ഉണ്ട്. ഇനി ആറ്റുകാൽ പൊങ്കാലയുടെ ഒരു ചരിത്രത്തിലേക്കോ അല്ലെങ്കിൽ അതിന്റെ ഒരു ഐതിഹ്യത്തിലേക്കൊക്കെ കടന്നാൽ എന്താണ് ഈ പൊങ്കാലയുടെ പ്രത്യേകത? ഇതിപ്പോ ഇങ്ങനെ തമാശയ്ക്ക് പറയുന്നവർ പറയും എല്ലാവരും റോഡിലിറങ്ങി കലമൊക്കെ വെച്ചിരിക്കുന്നു. പക്ഷെ ഇത്രയേറെ ഒരു ജനാധിപത്യപരമായ ഒരു ഉത്സവം കേരളത്തിന്റെ ചരിത്രത്തിൽ വേറെ എവിടെയെങ്കിലും നടക്കുന്നുണ്ടോ എന്നറിയില്ല. ഇന്നത്തെ ദിവസം സമന്മാരാണ്. എല്ലാവരും ഈ തെരുവോരങ്ങളിൽ മുഴുവൻ ആറ്റുകാൽ അമ്മയ്ക്കുള്ള നിവേദ്യം അർപ്പിക്കാനായി ഒരേപോലെ, വെയിലാണെങ്കിൽ വെയിൽ, മഴയാണെങ്കിൽ മഴ, തിരക്കാണെങ്കിൽ തിരക്ക്, ഇതൊക്കെ സഹിച്ച് എല്ലാവരും ഇന്നത്തെ ദിവസം മുഴുവൻ ഈ തിരുവനന്തപുരത്തിന്റെ തെരുവോരങ്ങളിലുണ്ടാവും. ഇന്നലെ ഒരു വിദേശിയോട് സംസാരിച്ചു. ഇപ്പൊ അവർ അധ്യാപികയാണ്. അത്ഭുതത്തോടെയാണ് നോക്കുന്നത്. കാരണം ഉത്സവങ്ങൾ കാണാറുണ്ട്, പക്ഷെ ഇത്രയും സ്ത്രീകളോ എന്നുള്ളൊരു അത്ഭുതം ഇങ്ങനെ അവർ ടീച്ചറാണ്. അപ്പൊ അവരിങ്ങനെ വുമൻ എംപവർമെന്റിന്റെ ഒക്കെ കാര്യങ്ങൾ പറയുന്നു. ഒപ്പം ഇത്രയും സ്ത്രീകളോ എന്നുള്ളൊരു ഒരു അത്ഭുതം അവരുടെ മുഖത്തുണ്ടായിരുന്നു. ഈ ക്യൂവിൽ നിൽക്കുന്ന ഓരോ ആളുകളും ഓരോരുത്തരോടും ചോദിച്ചാൽ അവർ പല ഭാഗങ്ങളിൽ നിന്നായിരിക്കും വരുന്നത്. പക്ഷേ നേരത്തെ ഞാൻ പറഞ്ഞ ആ ഒരു സഹകരണം, ഒരു ഒരുമ ഒക്കെ എല്ലാവരുടെയും. അതെ, ഞാൻ തിരുവനന്തപുരത്ത് വന്ന് താമസിക്കുന്ന ആളാണ്. അശ്വതി തിരുവനന്തപുരത്തുകാരിയാണ്. ഞാൻ ആദ്യം തിരുവനന്തപുരത്ത് വരുമ്പോൾ ഈ പൊങ്കാല എന്നുള്ളത് ആദ്യം കേൾക്കുമ്പോൾ തൊട്ട് ഇന്നത്തെ ദിവസം അല്ലെങ്കിൽ കഴിഞ്ഞ 2 ദിവസമായി തിരുവനന്തപുരത്തുകാർ വീട് അടക്കില്ല അല്ലെ. വീടിന്റെ വാതിലുകൾ തുറന്നിടും. ആ വാതിലുകൾ തുറന്നിടുമ്പോൾ ഒരു പ്രത്യേകതയുണ്ട്. വീട്ടിലെ പുരുഷന്മാർ പുറത്തിറങ്ങി പോകും. എന്നിട്ട് വീട്ടിലെ സ്ത്രീകളാണ്
ആ സ്ത്രീകൾ അവിടേക്ക് കൂടുതൽ ആളുകൾ വരും. ബന്ധുക്കൾ, പരിചയക്കാർ, സുഹൃത്തുക്കൾ, ബന്ധുക്കളുടെ ബന്ധുക്കൾ, സുഹൃത്തുക്കളുടെ സുഹൃത്തുക്കൾ ഒക്കെ വരും. ഈ ഭാഗത്ത് ഇന്ന് തിരുവനന്തപുരത്ത് വീടുള്ളവർ എല്ലാവരും ആതിഥേയരാണ്. ഈ പൊങ്കാല ഇടാൻ ഇവിടെ എത്തുന്ന സ്ത്രീകൾക്ക് വേണ്ട എല്ലാ ഒരുക്കങ്ങളും ചെയ്ത് പിന്നണിയിലാണ് ഇന്നത്തെ ദിവസം പുരുഷന്മാർ, അല്ലെ? ഒരുപാട് ചില വീടുകളൊന്നും അവർ പൊങ്കാല ഇടുന്നുണ്ടാവില്ല, പക്ഷെ ബാക്കി ഈ പൊങ്കാല ഇടുന്നവർക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും, എല്ലാ സൗകര്യങ്ങളും, അതിപ്പോ ഒരു നേരത്തെ ആഹാരമാണെങ്കിൽ പോലും അവിടുന്ന് കൊടുക്കുന്നുള്ളതാണ്. അതുപോലെ ശുചിമുറി, നമുക്ക് എപ്പോഴും സ്ത്രീകൾക്ക് എപ്പോഴും ബുദ്ധിമുട്ട് നേരിടുന്ന ഒരു കാര്യമാണ് നമുക്ക് ശുചിമുറി സൗകര്യം ഇല്ല എന്നുള്ളത്. അപ്പോൾ അതിന് ഒരു പൊങ്കാലയ്ക്ക് നമ്മൾ കാണുന്ന ഒരു മാതൃക എല്ലാ വീടുകളിലും, നമുക്ക് ഏത് വീട്ടിൽ ചെന്ന് ചോദിച്ചാൽ ഒന്ന് ടോയ്ലറ്റ് യൂസ് ചെയ്തോട്ടെ എന്ന് ചോദിക്കുമ്പോൾ ചോദിക്കുന്നതിന് മുമ്പ് തന്നെ കയറിക്കോളൂ എന്ന് അവർ പറയും. തുറന്നിട്ടിരിക്കുകയാണ്. അത്രയും നല്ല ഒരു സഹകരണ മനോഭാവം നമുക്ക് ഈ സമയത്ത് കാണാം. അങ്ങനെ ഒരു നാട് മുഴുവൻ ആതിഥേയരാവുന്ന ഒരു ഉത്സവം എവിടെയെങ്കിലും ഉണ്ടോ എന്നറിയില്ല. ഇനി ഈ ആറ്റുകാൽ പൊങ്കാലയെ പറ്റി പറയുമ്പോൾ ഇതൊരു പക്ഷെ ആദ്യകാലങ്ങളിൽ ഈ ക്ഷേത്രത്തിന് ചുറ്റും, ക്ഷേത്രത്തിന് സമീപത്തൊക്കെയാണ് നടന്നിരുന്നെങ്കിൽ ഇപ്പൊ നമ്മൾ കാണുന്നത് തിരുവനന്തപുരം മുഴുവൻ ആറ്റുകാൽ ക്ഷേത്രമുറ്റമാവുന്നതാണ്, അല്ലെ? ഏതുവരെ ഇപ്പൊ ഞാൻ താമസിക്കുന്ന ഇവിടുന്ന് ഒരു 10 കിലോമീറ്ററിന്റെ അപ്പുറത്താണ്. അവിടെയൊക്കെ ഇന്നലെ ഞാൻ രാത്രി നോക്കുമ്പോ ഫുൾ എല്ലാ സൗകര്യങ്ങളും ഒരുക്കി, ഫുൾ അവിടെ പുതിയൊരു പൊങ്കാല സ്പോട്ടായി മാറി. പുതിയ പൊങ്കാല സ്പോട്ട് എന്നതിനപ്പുറത്തേക്ക് ശ്രീജ നേരത്തെ ഞാൻ പറഞ്ഞില്ല, ഒരു നഗരം മുഴുവൻ ആഘോഷിക്കുന്നു എന്ന് പറയുമ്പോൾ ഇപ്പൊ നമുക്ക് ദൃശ്യത്തിൽ പ്രേക്ഷകരെ നമ്മൾ കാണിക്കുന്നത് ഈ ആറ്റുകാലിന്റെയും പരിസര പ്രദേശങ്ങളിൽ നമ്മുടെ സിറ്റിയുടെ ആകാശ ദൃശ്യമാണ്. അത് കാണുമ്പോൾ ഇന്നലത്തെ ആകാശ ദൃശ്യം എത്ര മനോഹരമാണെന്നുള്ളതാണ്. ലൈറ്റ് കാണുക എന്ന് പറഞ്ഞൊരു ചടങ്ങ് തന്നെ തിരുവനന്തപുരത്ത് തീർച്ചയായിട്ടും അത് പോയില്ലെങ്കിൽ നമുക്ക് ആ വൈബ് കിട്ടില്ല. അത് അന്ന് തന്നെ പോണം. പൊങ്കാലയുടെ തലേദിവസവും പൊങ്കാലയുടെ അന്നും ഉണ്ടാകുന്ന ഈ മുക്കിന് ഗാനമേളകൾ, അല്ല, എവിടെ ഇറങ്ങിയാലും എല്ലാ ചെറിയ ചെറിയ പോയിന്റുകളും അവിടെ ഒരു പൊങ്കാലയ്ക്ക് വേണ്ട സൗകര്യങ്ങളൊക്കെ ചെയ്ത് അവിടെ ഒരു ഗാനമേള, ആളുകളൊക്കെ കൂടിയിരുന്ന് അലങ്കരിച്ച് ദേവിയുടെ ഒരു വിഗ്രഹമൊക്കെ വെച്ച് അവിടെ ഒരു ചെറിയ പൗരസമിതികള് സംഘാടനം, അവരുടെ അത് നമ്മൾ കാണേണ്ടതാണ്. ഇപ്പൊ വീണ്ടും നട തുറന്നിരിക്കുകയാണ്. ആളുകളെ അകത്തേക്ക് കയറ്റി വിടുന്നുണ്ട്. വലിയ തിരക്കുണ്ട്. ക്യൂ വഴിയിൽ അങ്ങേ എത്രയോ കിലോമീറ്റർ അങ്ങോട്ട് കിടക്കുന്നു. രാവിലെ ഇവിടെ എത്തുന്നത് 4 മണിക്കാണ്. ആ 4 മണിക്ക് ഞങ്ങൾ ഏതാണ്ട് 1 കിലോമീറ്റർ അപ്പുറത്താണ് ക്യൂ കണ്ടത്. ആ ക്യൂവിൽ അവർ ചുരുങ്ങിയത് ഇന്നലെ രാത്രി ഒരു 12 മണിക്കെങ്കിലും നിന്നിട്ടുണ്ടാവും. ഇപ്പൊ ഈ കയറുന്നവര് എല്ലാവരും ഇന്നലെ രാത്രി, അതായത് ഇന്ന് പുലർച്ചെ ഒരു 12-1 മണിക്ക് നിന്നവരാവും എന്ന കാര്യത്തിൽ സംശയമില്ല. അത്ര ക്ഷമയോടെ ചോദിക്കുന്നുണ്ടായിരുന്നു ഈ വരി നിൽക്കുന്നവരൊക്കെ എപ്പോഴും അവിടേക്ക് എത്താനാണെന്ന് ചോദിക്കുന്നുണ്ട്. പക്ഷെ അവര് വന്ന് ഇവിടെ തൊഴുതതിന് ശേഷം പോയി പൊങ്കാല ഇടുക എന്നുള്ളത് അത് അവരുടെ മസ്റ്റ് ആയിട്ടുള്ള കാര്യം. അതിലൊരു മാറ്റവും വരുന്നില്ല. അതിന് ഏറ്റവും രസകരമായ കാര്യം ഇന്നലെ അവർ വന്നു. ഇന്നലെ വന്ന് അവര് എവിടെയും താമസിക്കുന്നവരൊന്നും അല്ല. അവര് വന്ന ഒരു സൗകര്യപ്രദമായ ഒരു സ്പോട്ട് കണ്ടുപിടിച്ച് ആ സ്പോട്ടിൽ ഇരുന്ന് രാത്രി ഒന്ന് വന്ന് തൊഴുതിട്ടുണ്ടാവും, തിരിച്ചു പോവും. അവിടെ എവിടെയെങ്കിലും കുറച്ച് വെള്ളമൊക്കെ കിട്ടി, ഈ പറഞ്ഞ പോലെ തുറന്നിട്ട് ഏതെങ്കിലും ഒരു വീട്ടിലേക്ക് കയറി ചെല്ലും. അവിടെ നിന്ന് രാത്രി കിടക്കുന്നത് റോഡിലാണ്. പക്ഷെ ഒരു കാര്യം ശ്രദ്ധിക്കണം അശ്വതി, ഈ തിരുവനന്തപുരത്ത് പൊങ്കാല ദിവസങ്ങളിൽ, പൊങ്കാലയുടെ തലേന്ന് പൊങ്കാലയുടെ പിറ്റേന്ന് സ്ത്രീകൾക്കെതിരെ എന്തെങ്കിലും ഒരു അതിക്രമം ഉണ്ടായതായിട്ട് നമ്മൾ ഒരു വാർത്ത ഇതുവരെ കേട്ടിട്ടില്ല.